നമസ്കാരം, ഞാൻ ഡോക്ടർ പാർവതി രാജ്, ചെന്നിലൈറ്റ് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കായംകുളം. ഈ അടുത്തിടെയായിട്ട് യൂറിക് ആസിഡ് കൂടിയിട്ട് വരുന്ന രോഗികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. ചില ആൾക്കാരിൽ അതിന്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ചിലവരുടെ ലക്ഷണം ഒന്നും കാണത്തില്ല, പക്ഷെ വെറുതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും യൂറിക് ആസിഡ് കൂടുതലാണെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഈ യൂറിക് ആസിഡ് നിയന്ത്രിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ പലതരം ഭവിഷ്യത്തുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ വരെ ബാധിക്കും. നമ്മുടെ ശരീരത്തിൽ പ്യൂറിൻ മെറ്റബോളിസം തകരാറിലാകുമ്പോഴാണ് ഈ യൂറിക് ആസിഡ് കൂടുതലായി കണ്ടുവരുന്നത്. അപ്പം യൂറിക് ആസിഡ് കൂടുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതലായും ആൾക്കാരിൽ കാലിലെ തള്ളവിരലില് വേദന ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ചുവന്ന കളറിൽ ഒരു സ്വെല്ലിങ്ങും ഒക്കെ കാണാറുണ്ട്. ഇപ്പം ഷോൾഡർ ജോയിന്റിൽ പെയിൻ പറയാറുണ്ട്. പിന്നെ അതേ കണക്ക് എൽബോ ജോയിന്റിൽ പെയിൻ ആയിട്ട് വരുന്നവരുണ്ട്. ഇപ്പൊ നീ ജോയിന്റിലും ഒക്കെ പെയിൻ വരാറുണ്ട്. അപ്പൊ സന്ധികളിലൊക്കെ ഒരു നീർക്കെട്ടും വേദനയൊക്കെയാണ് ഇതിന്റെ സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അപ്പം ഈ യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. അതായത് കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുക, എപ്പോഴും ശരീരഭാരം നിയന്ത്രിച്ച് തന്നെ നിർത്താൻ നോക്കുക, ധാരാളം വെള്ളം കുടിക്കണം, മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കണം. പിന്നെ ഡയറ്റിലാണെങ്കിൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പം ക്യാരറ്റ്, ബീട്രൂട്ട്, വെള്ളരിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ബേക്കറി സാധനങ്ങള്, മൈദ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങള്, മധുര പദാർത്ഥങ്ങൾ, പിന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് മുതലായവയൊക്കെ പാടെ ഉപേക്ഷിക്കണം. അതേപോലെ ഇപ്പം സീ ഫുഡ്സും പരമാവധി നിയന്ത്രിക്കുക. ആയുർവേദത്തിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. വാതരക്തത്തിന്റെ ചികിത്സയാണ് നമ്മൾ യൂറിക് ആസിഡ് കൂടുമ്പോഴൊക്കെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിന്റെ സിംറ്റം അനുസരിച്ചിട്ടും രോഗാവസ്ഥയ്ക്കും രോഗിയുടെ അവസ്ഥയും അനുസരിച്ചിട്ടാണ് ചികിത്സകൾ ചെയ്യാറുള്ളത്. പക്ഷെ വളരെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. യൂറിക് ആസിഡ് നോർമലിലേക്ക് എത്താറുണ്ട്, സിംറ്റംസ് ഒക്കെ മാറാറുമുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക. അപ്പം കക്കിരിക്ക ഇട്ട് വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ പച്ച പപ്പായയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ചെറുനാരങ്ങ നീരും ഇത്തിരി തേനും കൂടെ ചൂടുവെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഗോക്ഷൂര ചൂർണം, അതായത് ഞെരിഞ്ഞീലിന്റെ വെള്ളം ധാരാളമായി കുടിക്കുന്നത് നമുക്ക് യൂറിക് ആസിഡ് നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, സ്വയമായിട്ട് ചികിത്സ ചെയ്യുമ്പോൾ പലതരം ഭവിഷ്യത്തുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ചികിത്സ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലെയുള്ള ആരോഗ്യ വാർത്തകൾക്കായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.